നമ്മോടൊപ്പം ജേക്കബ് സന്തോഷ് നികുതി വിദഗ്ധൻ ചേരുകയാണ് തത്സമയം. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആ ആശയക്കുഴപ്പം എങ്ങനെ നീങ്ങും, എന്താണ് ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വില വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ ജേക്കബ് സന്തോഷ്, മാതൃഭൂമി ന്യൂസ് നടത്തുന്ന അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് വലിയ അന്തരമാണ്. സെപ്റ്റംബർ 22-ാം തീയതി എന്താണ് ഒരു നികുതി ഉത്സവം, ആളുകളെ സംബന്ധിച്ചോളം വലിയ അളവിലൊരു സമ്പാദ്യ ഉത്സവം എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി GSTയുടെ പുതിയ പരിഷ്കരണ രീതി പുറത്തേക്ക് വിട്ടത്. എന്താണ് ഈ 12% ഈ സ്ലാബിൽ ഉള്ള 290-ൽ-അധികം സാധനങ്ങൾക്ക് ഉൾപ്പെടെ വലിയ തോതിൽ നികുതി വ്യത്യാസം, വിലയിൽ വ്യത്യാസം വരുന്നു. നികുതി ഒരുപക്ഷെ പൂർണ്ണമായും ഇല്ലാതാകും എന്നൊക്കെയാണ് കൊട്ടിഘോഷിക്കപ്പെട്ടത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നു? ശ്രീ ജേക്കബ് സന്തോഷ്, നമസ്കാരം. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ഈ വിഷയത്തില് ഇപ്പൊ പറഞ്ഞതനുസരിച്ച് 2 സൂപ്പർ മാർക്കറ്റില് 2 റേറ്റ് ചാർജ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ ഒരു വിഷയം. അതായത് ഗീസ് ആണ്, ചീസാണ്, രണ്ടായാലും 5% ഇപ്പോഴത്തെ റേറ്റ്. അവിടെ MRPയിൽ കൂടുതൽ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇത് ഈ മൊണോപ്പൊളി റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് പ്രകാരം കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ഒരു വേറെ അതോറിറ്റിയാണ്. അതേപോലെ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു വകുപ്പാണ്. ഇപ്പോൾ ഈ GST 2.0 എന്നുള്ള ഇത് പ്രകാരം ഏകദേശം ഒരു 12% ഉണ്ടായിരുന്ന റേറ്റ് ഉണ്ടായിരുന്ന സാധനങ്ങളിൽ 90%-ഓളം 5%-ലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന റേറ്റ് കുറഞ്ഞത് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്യാനായിട്ട് ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ആ വാങ്ങിക്കുന്നത് അവിടെ നിന്ന് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ GST സംവിധാനം ആദ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ വ്യക്തത വരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 40 ലക്ഷം വരെ ടേൺ ഓവറുള്ള ഒരു സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ നിർബന്ധമല്ല, ഗുഡ്സ് വിൽക്കുന്ന സ്ഥാപനമാണെങ്കിൽ. അതേപോലെ 1.5 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് കോമ്പോസിഷൻ ഡീലറാണ്. അവർക്ക് GST നമ്പർ എല്ലാം ഉണ്ടാവും. പക്ഷെ അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ പ്രോഡക്റ്റിന് വന്നിട്ടുള്ള ഇൻപുട്ട് ടാക്സ്, അതായത് ഒരു ബില്ലിലെ ഒരു സാധനം വാങ്ങിച്ചു, ഇപ്പൊ പറയുന്ന സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ആ സോപ്പിന് 10 രൂപയാണെങ്കിൽ ആ സോപ്പിന്റെ കൂടെ അതിന്റെ 2 രൂപ ടാക്സ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ 12 രൂപയാണ് ആ സോപ്പിന്റെ വിലയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ 12 രൂപയും അയാളുടെ കോസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പം ആളിന് വിൽക്കുമ്പോഴത്തേക്കും ഈ 12 രൂപയുടെ പുറത്ത് അയാൾ ഒരു ലാഭവും കൂടി ഇട്ടിട്ട് ആയിരിക്കും വിൽക്കുന്നത്. അപ്പം 12 പ്ലസ് അയാൾ ഇപ്പൊ 2 രൂപ കൂടിയ 14 രൂപ. 14 രൂപയ്ക്ക് അയാൾ വിൽക്കുമ്പോഴത്തേക്കും ഇയാൾ സർക്കാരിലേക്ക് അടക്കാനുള്ള 1%, അതായത് ഈ 14 രൂപയുടെ 1% ആയിട്ടുള്ള തുക ഈ സർക്കാരിലേക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തടക്കണം. അപ്പൊ ആ തുകയ്ക്ക് ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ കോസ്റ്റ് ആയിട്ട് വന്നത്. അതേസമയം മറ്റൊരു സൂപ്പർ മാർക്കറ്റിൽ അയാള് 1.5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു മാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പൊ അയാൾ ഈ 12 രൂപ നേരത്തെ വാങ്ങിച്ച സാധനത്തിന് ഈ 2 രൂപ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടി, ബാക്കി 10 രൂപ അയാളുടെ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഫലത്തിൽ ഈ രണ്ടിന്റെയും MRP ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ 2 പേർക്കും വന്നിട്ടുള്ള ലാൻഡഡ് കോസ്റ്റ് ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇതിനകത്ത് പോയി കൺട്രോൾ ചെയ്യാനായിട്ട് സർക്കാരിന് ഒരു സംവിധാനം നിലവിലില്ല. പിന്നെ വേറൊരു പ്രധാന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ആന്റി പ്രോഫിറ്റിയറിംഗ് സംവിധാനം, ഇങ്ങനെ ആരെങ്കിലും തട്ടിച്ച് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം. ഞാൻ ചോദിക്കുന്നത്, ഈ ഭാരം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 1 രൂപയാണെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് 1 രൂപ ലാഭമാണെങ്കിൽ അത് പല ഉൽപ്പന്നങ്ങളിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ദൈനംദിന ചിലവ് നോക്കുന്ന ആളുകൾ, അപ്പോൾ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ, പലരും ചിലപ്പോൾ അറിയാവുന്ന ആളുകൾ ഇത് ചോദ്യം ചെയ്യും, പലർക്കും ഇന്ന് കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ്? അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ GST റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ CBIC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടലിൽ അവിടെ നമ്മളിപ്പോ വാങ്ങിച്ച പ്രോഡക്റ്റിന്റെ ബില്ലിനകത്ത് HSN കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ GST റേറ്റ് എന്താണെന്നുള്ളത് കാണാൻ പറ്റും. അത് തന്നെയാണോ ഇവരെ നമ്മളിൽ നിന്ന് ഈടാക്കിയതെന്നുള്ളത് അവിടെ പരിശോധിക്കാൻ കഴിയും. പിന്നെ
MRP മൊണോപ്പൊളി റിസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് പ്രകാരം ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടാവും. ഈ സ്റ്റിക്കർ എപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മൾ പെയിന്റ് കടയിൽ പോയിട്ട് പെയിന്റിന്റെ പ്രൈസ് അതിന്റെ പാക്കേജ് മേൽ അടിച്ചിരിക്കുന്നത് 100 രൂപയാണെങ്കിൽ ചിലപ്പം നമുക്കത് അവരുടെ കമ്മീഷൻ എല്ലാം കഴിച്ചാലും നമുക്ക് ചിലപ്പം 75 രൂപ 80 രൂപ തരാൻ കഴിയും. ആ എമൗണ്ടിന്റെ ആ ഡിഫറൻസ് അയാളിപ്പോ ഈ വന്നിരിക്കുന്ന GSTയുടെ കുറവ് പാസ് ഓൺ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു എൻഡ് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാനായിട്ടുള്ള അയാൾ 100 രൂപ താഴെ എത്ര വാങ്ങിച്ചാലും അവിടെ MRP അനുസരിച്ച് അയാൾക്കിടയിൽ നിന്ന് ഒരു സർക്കാർ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് വന്നിട്ട് അയാളെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ 48,000 കോടി രൂപ കേന്ദ്ര സർക്കാരിന് ഈ നികുതി നഷ്ടമായി, അല്ലെങ്കിൽ സ്റ്റേറ്റിന് 10,000 കോടി രൂപ നഷ്ടമായെങ്കിലും ഈ 10,000 കോടി രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോയതെന്നുള്ളതാണ് ഒരു ചോദ്യം. ആ 10,000 കോടി ഫലത്തിൽ പോകാൻ സാധ്യത വരുന്നത് ഇപ്പം ഇതേപോലെ ഈ ഡീലറിന്റെ കയ്യിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡയറക്ടർ ആണെങ്കിലും അവരുടെ പ്രൈസ് ഫിക്സേഷനിൽ അവർ നിശ്ചയിക്കുന്ന നമുക്കറിയാം 2017 ശ്രീ ജേക്കബ് സന്തോഷ്, അതായത് നമ്മൾ ഈ കുപ്പിവെള്ളത്തിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ ആണെങ്കിൽ പോലും റെയിൽവേ അവരുടെ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങൾക്ക് പോലും അല്ലെങ്കിൽ അവരുടെ ഷോപ്പുകളിൽ പോലും ഇതാണ് വില. അവരുടെ ആ ഒരു പ്രാബല്യത്തിലേക്ക് വന്നിട്ടില്ല. 15 അല്ലെങ്കിൽ 15 14 ഒരു വ്യത്യാസം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഇപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ എന്താണ് അവര് മറ്റു കടകളിൽ ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ ഉടമസ്ഥരോ അവിടെ നിൽക്കുന്ന ഷോപ്പിലെ മറ്റ് ജീവനക്കാരായിരിക്കും. അവരൊക്കെ എന്താണ് ഉടമയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്കൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ചിലതിൽ 2 വിലയും അടിച്ചിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അത്ഭുത സംഭവങ്ങളും കാണാനുണ്ട്. അതെ അതെ അത് ഇപ്പം പറഞ്ഞ കുപ്പിവെള്ളം ഒരു നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞ പോലെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പൊ മരുന്ന് കടയിൽ പോയിട്ട് നമ്മള് മരുന്ന് വാങ്ങിച്ചാലും 12% ഉണ്ടായിരുന്ന മിക്കവാറും മരുന്നുകൾ 5% ആയിട്ടുണ്ട്. അപ്പം ഈ മരുന്നിന് 5% ആയി കുറയുമ്പം നമ്മൾ ഈ കഴിഞ്ഞ തവണ വാങ്ങിച്ച മരുന്നിന്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാം, ഞങ്ങൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചത് 12% ഇത്ര രൂപയായിരുന്നു, ഇന്നിപ്പോൾ നിങ്ങൾ വീണ്ടും ആ എമൗണ്ട് തന്നെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഈ രണ്ട് ഇൻവോയ്സും കൂടെ വെച്ചിട്ട് ഇപ്പം ഈ പുതിയ ചേഞ്ച് വന്നപ്പോഴത്തേക്ക് ഇന്റഗ്രേറ്റഡ് ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടല് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്കൊരു ടോൾ ഫ്രീ നമ്പറും ഉണ്ട് തന്നിട്ടുണ്ട്. അതായത് 8800001915 ഈ നമ്പറിലേക്ക് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം കൂടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവന്നത്. അതായത് ഈ ഡിഫറൻസ് വന്നിട്ടുള്ള തുക യഥാർത്ഥ എൻഡ് കസ്റ്റമറിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യാവുന്നത് ഇന്നത്തെ സംവിധാനത്തിൽ. കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചിയിൽ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുവരാം. അതായത് ഈ വിപണിയിൽ ഐസ്ക്രീം വിലയിൽ വന്ന GST പരിഷ്കാരം എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. മുൻപ് 18% GST ഇപ്പോൾ 5% ആക്കിയാണ് കുറച്ചത്. കാണാം കൊച്ചിയിൽ നിന്നുള്ള ആ റിപ്പോർട്ട്. GSTയുടെ വിലമാറ്റം ഐസ്ക്രീം പ്രേമികൾക്ക് നൽകിയ സന്തോഷം വളരെ വലുതാണ്. ആ സന്തോഷം പൂർണ്ണതോതിൽ അവർക്ക് ലഭ്യമായി തുടങ്ങിയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ 18% ഐസ്ക്രീമിനുണ്ടായിരുന്ന GST. ഇപ്പോഴത് 13% കുറച്ച് 5% ആക്കി മാറ്റി. പല കമ്പനികളും വില കുറയ്ക്കുകയോ അതിൻ്റെ അളവിൽ വർധന വരുത്തുകയോ ആണ് ആ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടത്. ഇത് എത്ര കേട്ടോ വില? അപ്പോൾ ഇതിപ്പോൾ 40 ഇതിൻ്റെ പ്രൈസ്. ഇത് പുതിയ പാക്കിംഗ് ആണ്. GST മാറിയിട്ടുള്ള ഒരു പുതിയ പ്രൈസിങ് വന്നിരിക്കുന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ 45 ആണ് ഇതിൻ്റെ MRP ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടാക്സ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസാണ് 48 ഇരിക്കുന്നത്. ഐസ്ക്രീമിൻ്റെ വിലയിലെ മാറ്റം ഭൂരിഭാഗം കടകളിലും നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില കടകളിൽ, പ്രധാനമായും ചെറിയ കടകളിലാണ് GST പരിഷ്കാരത്തിന് മുൻപുള്ള വിലയിൽ ഇപ്പോഴും ഐസ്ക്രീം വിൽപ്പന നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 18% ടാക്സ് കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻപുട്ട് കിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇൻപുട്ട് ഓൾറെഡി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയൊരു നഷ്ടം അവിടെ വരുന്നില്ല.
വെച്ചാൽ മറ്റു ചെറിയ കടക്കാർക്ക് 12% കുറച്ച് കൊടുക്കുമ്പോൾ ഒരു വലിയൊരു നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഐസ്ക്രീം കമ്പനികൾ പലരും എന്ന് വെച്ചാൽ ആദ്യം വില കുറച്ചിരുന്നു, നമ്മൾ തന്നെ വില കുറച്ച് കൊടുത്തു. ഇപ്പോൾ കമ്പനി പുതിയ ഇത് വരുന്നതെല്ലാം MRP മാറി തന്നെ വരുന്നുണ്ട്. അത് ആ റേഷ്യോ അനുസരിച്ചിട്ട് MRP മാറി വരുന്നുണ്ട്. പഴയ സ്റ്റോക്കെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ്, ഇന്നലെ വന്നതാണ് സ്റ്റോക്ക്. അപ്പോൾ അത് അനുസരിച്ചാണ് ഞങ്ങളുടെ വിലയൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുള്ളത്. GSTയുടെ മാറ്റം വരുന്നതിന് മുമ്പ് 45 രൂപയായിരുന്നു ഈ ഐസ്ക്രീമിൻ്റെ വില. എന്നാൽ ഇപ്പോൾ ഇത് 40 രൂപയായി താഴ്ന്നു. ഇതുപോലുള്ള മാറ്റങ്ങൾ പല കടകളിലും ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി ഈ ഒരു മാറ്റം വരുവാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്രീ ജേക്കബ് സന്തോഷ്, എങ്ങനെയൊക്കെയാണ് ആളുകളെ സംബന്ധിച്ചോളം വലിയ ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മാറ്റം അനിവാര്യമാണ്. നമുക്കിപ്പോൾ കടകളിലേക്കൊക്കെ ചെല്ലുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ചെയ്യാൻ സാധ്യമായ വഴികൾ എന്താണ്? വളരെ ചുരുക്കി അവസാനിപ്പിക്കാം. അത് നേരത്തെ പറഞ്ഞ നാഷണൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. 8800001915 ഈ നമ്പറിൽ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBICയുടെ പോർട്ടലില് HSN നമ്പർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റിന്റെ HSN പ്രകാരം ആ എടുത്തിരിക്കുന്ന GST റേറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കാം. പറഞ്ഞാല് പിന്നെ MRP ഡിഫറൻസ്, MRP സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് പഴയ റേറ്റും ഇപ്പൊ ഈ ഐസ്ക്രീമിന്റെ എക്സാമ്പിളിൽ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ പരിശോധിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരു കൺസ്യൂമർ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ശരി, വളരെയധികം നന്ദി. ശ്രീ ജേക്കബ് സന്തോഷ്, നികുതി വിദഗ്ധനാണ് പ്രതികരണം നടത്തിയത്. തീർച്ചയായും ഉണരൂ ഉപഭോക്താവേ നിങ്ങൾ എന്ന് തന്നെ പറയണം. കാരണം ഈ GST പരിഷ്കരണം കൊട്ടിഘോഷിച്ച് വലിയ സമ്പാദ്യ ഉത്സവമായി നമ്മൾ സെപ്റ്റംബർ 22-ാം തീയതി മുതൽ നമുക്ക് അതിന്റെ ഗുണങ്ങൾ ലഭ്യമാകുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴും അത് വെള്ളത്തിൽ വരച്ച വരയായി തന്നെ നിൽക്കുകയാണ്.